നമസ്തേ. ടിൻ ഫ്ലെയിംസിൻ്റെ കറണ്ട് എനർജിയാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് സ്റ്റേജിലുള്ള ഡി എംസിൻ്റെ കറണ്ട് എനർജി നോക്കാം. ഡി എംസിന് ടോട്ടലി ഒരു മെൻ്റൽ കൺഫ്യൂഷൻ ആയിരിക്കും, മാനസികമായിട്ടൊരു തിരിഞ്ഞു കിടക്കുന്ന അവസ്ഥയായിരിക്കും. അവർക്ക് കറക്റ്റ് ഒരു ഐഡിയ കിട്ടില്ല. പിന്നെ സോൾ കണക്ഷനിൽ നിന്ന് അവർ റൺ ചെയ്യും. അനാവശ്യ ബന്ധങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ അവർ തലയിടും. എല്ലാവരും അനാവശ്യ ബന്ധങ്ങൾക്ക് നിൽക്കില്ല. ചിലവരൊക്കെ ഓവർ അറ്റാച്ച്മെൻറ്റ് ഓഫ് ഫാമിലി ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വർക്ക് ഹോളിക് ആയിരിക്കും. പിന്നെ ചിലപ്പം അവർക്ക് ലവ് തേർഡ് പാർട്ടീസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ അവർ അങ്ങനത്തെ ബന്ധങ്ങളിലേക്ക് പോകുന്നത് നിങ്ങളുടെ കണക്ഷനിൽ ഉണ്ടാകുന്ന ആ ഡീപ്നെസ് ഉണ്ടല്ലോ, അത് അവരെ ഫിയറിലേക്ക് കൊണ്ടുവരും. കാരണം അതിനു മുന്നേ അവർക്ക് ഇതുപോലെ തന്നെ റിജക്ഷൻ പെയിനും അതുപോലെ ചീറ്റിങ്ങും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അവരായിട്ട് അത്ര ബന്ധങ്ങളൊന്നും അവർക്ക് കാണില്ല, ഇത്രയും ഡീപ്നെസ് കാണില്ല. പക്ഷേ അവർ ഭയങ്കര ഡീപ്പായിട്ട് ഡിപ്രഷനിൽ പോയിട്ടുണ്ടായിരിക്കും. കാരണം അവർ ഭയങ്കര ഇന്നസെൻ്റ് ആയിരിക്കും, ഭയങ്കരമായിട്ട് സ്ട്രൈറ്റ് ഫോർവേഡായിട്ട് ലവ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. ചീറ്റിംഗ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇവരെ മറ്റുള്ളവർ ചീറ്റ് ചെയ്തിട്ടുണ്ടാവും, എന്തെങ്കിലും കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇവരുടെ കൂടെ കൂടിയിട്ടുണ്ടാവുക. അപ്പം ആ ഒരു ചീറ്റിങ് അവരനുഭവിച്ചിട്ട് അവർ ഡിപ്രഷനിലേക്കൊക്കെ പോയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് ഇതിലെ ഡീപ്നെസ് കാണുമ്പോൾ ഇതിൽ അതേപോലെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ ഡിപ്രഷൻ എത്രയും ആയിരിക്കും എന്നുള്ള ചിന്തിക്കുമ്പോഴാണ് അവർ ഫിയർ ചെയ്തിട്ട് ഓടുന്നത്. ഓക്കെ, അപ്പോൾ അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാവും. പിന്നെ അവർ ഈഗോ ഡൊമിനൻ്റ് ആയിരിക്കും. പിന്നെ ഡി എഫ്സിൻ്റെ എനർജി നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡീപ്പ് പെയിനിലായിരിക്കും. അബൻഡൻമെൻറ്റ് വൂൺസ് ഉണ്ടാവും, പിന്നെ റിജക്ഷൻ വൂൺസ് ഉണ്ടാവും. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യായിരിക്കും. ഇതൊക്കെ ഹീൽ ചെയ്യാനുള്ളതാണ് അവർക്ക്. അതൊക്കെ അവർ എക്സ്പീരിയൻസ് ചെയ്യായിരിക്കും. പിന്നെ ഇത് സത്യമാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും. കാരണം അവർ ഈ കണക്ഷനിൽ വന്ന് സെപ്പറേറ്റ് ആയി ഈ പെയിനിലേക്ക് വരുന്ന സമയത്താണ് അവർ മനസ്സിലാക്കുന്നത് ടിൻ ഫ്ലെയിം ജേണിയാണ്, ടിൻ ഫ്ലെയിംസ് ആണ്, സോൾ കണക്ഷനാണ് എന്നുള്ള അറിവുകളൊക്കെ ആ സമയത്താണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് വാസ് ഇറ്റ് റിയൽ എന്നുള്ളൊരു ചിന്തയായിരിക്കും വരാം, അത് സത്യമാണോ എന്നുള്ളൊരു തോന്നലായിരിക്കും അവർക്ക്. പിന്നെ സ്പിരിച്വൽ അവേക്കനിങ് നടക്കുന്നൊരു സമയമായിരിക്കും. പിന്നെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളൊക്കെ അവർക്ക് ഈ സമയത്ത് വരും. പിന്നെ കാർമിക്സിൻ്റെ ഒക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു പർജിങ് ഉണ്ടാവും. എല്ലാം കൂടിയിട്ട് 4 ഭാഗത്തുനിന്നും അവർക്ക് വരും. പിന്നെ ഡി എം എങ്ങനെയെങ്കിലും വന്നാൽ മതി. ഡി എമ്മിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇവർ നീങ്ങുന്നത്. ഡി എമ്മിനെ ചേസ് ചെയ്യാൻ ഇവർ നന്നായി ശ്രമിക്കും. ഡി എം ആണെങ്കിൽ റൺ ചെയ്യാൻ ശ്രമിക്കും, ഇവരാണെങ്കിൽ ചേസ് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഒരു സ്റ്റേജാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ളവരുടെ കറണ്ട് എനർജി പോകുന്നത്. പിന്നെ കളക്റ്റീവ് എനർജി ആയിട്ട് വരുന്നത് ഇവർക്ക് ഹാർട്ട് ചക്രയിൽ ഭയങ്കര ബ്ലോക്ക്സ് ആയിരിക്കും. ഇന്നർ ചൈൽഡ് ട്രോമാസൊക്കെ ഇവർക്ക് പർജ് ചെയ്ത് വരും. കാർമിക്സിൻ്റെ ഒക്കെ നന്നായിട്ട് ഇഷ്യൂസ് വരും. യൂണിവേഴ്സ് ഇവർക്ക് ട്രിഗേഴ്സ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, ഒന്നിന് പറയുക ഒന്നായിട്ട്. കാരണം അതൊക്കെ അവർക്ക് ഹീൽ ചെയ്യാനുള്ളതാണ്. പിന്നെ സിങ്ക്രോണിസിറ്റീസ് ആയിട്ട് അവർക്ക് ഡ്രീംസ് കാണും. പിന്നെ ഓരോ സോങ്സ് അവർ ലവ് സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പാടിയതോ അല്ലെങ്കിൽ കണ്ടിരുന്നതോ ഇഷ്ടപ്പെട്ടിരുന്നതോ അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്തിരുന്നതോ ഒക്കെ ആയിട്ടുള്ള സോങ്സ്. അപ്പം അത് അവർക്ക് അവരുടെ ഓർമ്മകളൊക്കെ, അവരുടെ ആദ്യത്തെ ഓർമ്മകളൊക്കെ വരാൻ പാകത്തിനുള്ള സോങ്സ് കാണും. പിന്നെ 111 കാണും. കാരണം അവർ സ്റ്റേജ് മാറിയല്ലോ, ആ ലവ് ബബിൾ സ്റ്റേജ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിൽ നിന്ന് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിലേക്ക് മാറുമ്പം ഒരു സ്റ്റേജിൽ നിന്ന് വേറൊരു സ്റ്റേജിലേക്ക് പുതിയതായിട്ട് മാറുമ്പോഴാണ് 111 ഒക്കെ കാണാം. ഇനി സെപ്പറേഷൻ സ്റ്റേജിൽ നിന്ന് ഒരു സറണ്ടർ സ്റ്റേജിലേക്ക് മാറുമ്പോഴേക്കാണ് അവരുടെ സ്റ്റേജുകൾ മാറുന്നതിനനുസരിച്ചിട്ട് 111 കാണാം. സെക്കൻഡ് ഫേസിലുള്ളവരുടെ ഒരു എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ് അവർ. പിന്നെ സറണ്ടർ ഫേസൊക്കെ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഡി എമ്മിൻ്റെ എനർജി പറയുകയാണെങ്കിൽ അവർക്കൊരു ഇമോഷണൽ വെയിറ്റ് തോന്നും. ഡിസ്കണക്റ്റ് ആയിട്ട് അവരുടെ ഡി എഫ് ആയിട്ട് ഡിസ്കണക്റ്റ് ആയതിൻ്റെ ഒരു ഇമോഷണൽ വെയിറ്റ് അവർക്ക് ഇപ്പോഴാണ് ഫീൽ ചെയ്യുക. പിന്നെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾസ് വരും. അവർ സെലക്ട് ചെയ്ത കാർമിക്സിൽ നിന്നല്ല ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ വരും. ഡി എഫിന് പകരം അവർ എന്തിനെയാണോ തിരഞ്ഞെടുത്തത് അവിടെ നിന്ന് അവർക്ക് പണി കിട്ടി തുടങ്ങും. അതായത് അതൊരു പ്രോസസ്സാണ്. അവർ ആ തേർഡ് സിറ്റുവേഷൻ തിരഞ്ഞെടുത്തതെന്ന് പോരാന്നുള്ളത് അതൊരു പ്രോസസ്സാണ്, അത് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും. പിന്നെ ഡി എഫിൻ്റെ ആബ്സെൻസ് അവർക്ക് ഫീൽ ചെയ്യും. പക്ഷെ അവർ തിരിച്ചു വരാനൊന്നും തയ്യാറല്ല കേട്ടോ. അവർ ആ ഈഗോ ഡൊമിനൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. ഓക്കെ, ഡി എഫ് ആണെങ്കിൽ അവരുടെ പെയിനൊക്കെ കുറഞ്ഞ് റിലീഫ് ചെയ്ത് അവർ പവറിലേക്ക് വരുന്നൊരു സമയമാണ്. ഈ സമയത്ത് അവർ സെൽഫ് ഹീലിംഗ് ചെയ്യും, സെൽഫ് ലവ് ചെയ്യും. പിന്നെ അവരുടെ കർമ്മ ക്ലിയറൻസ് ചെയ്യാൻ തുടങ്ങും. പിന്നെ അവരുടെ കരിയറിൽ ശ്രദ്ധിക്കും, പർപ്പസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കും. പിന്നെ ഡി എമ്മും ഡി എഫ് ആയിട്ടുള്ള സോൾ ബോണ്ട് അവർ മനസ്സിലാക്കും. ഇതൊരു സോൾ കണക്ഷനാണ്, ടിൻ ഫ്ലെയിം ജേണിയാണ്. അപ്പോൾ ഇത് നമ്മളുടെ സോൾ തന്നെയാണ്, ഇത് എങ്ങോട്ടും പോവില്ല എന്നുള്ള ആ ഒരു റിയാലിറ്റി ഒക്കെ അവർ മനസ്സിലാക്കാൻ തുടങ്ങും. അപ്പോൾ അവർക്ക് കുറേ പെയിനിൽ നിന്ന് റിലീഫ് കിട്ടും. ആദ്യം അവർ വിചാരിക്കുക ഈ കണക്ഷൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ചു കിട്ടില്ല എന്നൊക്കെയുള്ള സാധാരണ ഒരു കണക്ഷൻ പോലെ ഫീൽ ചെയ്യുക. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലാവും ഇത് സോൾ കണക്ഷനാണ്, ഇതെങ്ങോട്ടും പോവില്ല. അപ്പം ഇത് നമ്മൾ പെയിനിനെ റിലീഫ് ചെയ്യാണ് വേണ്ടത്.
സറണ്ടർ ചെയ്യാണ് വേണ്ടത് എന്ന് മനസ്സിലാകും. അപ്പോൾ ആ സമയത്ത് അവർ പെയിനൊക്കെ ഒരു സമാധാനമായിട്ട് അവർ വരുന്നൊരു സമയമാണ്. പിന്നെ സറണ്ടറിങ് കൺട്രോളൊക്കെ ചെയ്യവർ. പിന്നെ ഇമോഷണൽ വേവ്സ് അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും കൂടിയിട്ട് അവർ സറണ്ടർ ചെയ്യും, സെൽഫ് ലവ് ചെയ്യും, ഹീലിംഗ് ചെയ്യും, കാർമിക് ബോണ്ടൊക്കെ അവർ റിലീസ് ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് ഒരു പവറേക്ക് വരാണെങ്കിൽ കൂടിയിട്ട് അവർക്ക് ഇടയ്ക്കിടയ്ക്കൊരു ഇമോഷണൽ പെയിൻ, ഒരു വേവ്സ് വരാൻ ഇടാവും. ഓക്കെ. പിന്നെ അവരുടെ ക്രൗൺ ചക്ര ആൻഡ് സോളാർ പ്ലെക്സസ് ആക്ടിവേഷൻ നടക്കും. പിന്നെ അവർ മിററിങ് അവർക്ക് മനസ്സിലാകും. അതായത് DMസിൻ്റെ എനർജി ആണ് ഇവിടെയും DFൻ്റെ എനർജിക്ക് എഫക്റ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാകും. അവിടെ അതായത് മിറർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാകും. സോൾസ് മിറർ ചെയ്യുന്നത്, അവിടുത്തെ ഇമോഷൻസിനനുസരിച്ച് ഇവിടെ മൂഡ് സ്വിങ്സ് ഉണ്ടാകും. ഇതൊക്കെ അവർക്ക് മനസ്സിലാകുകയും ചെയ്യും. അവരതൊക്കെ അനലൈസ് ചെയ്യാനും തുടങ്ങും. പിന്നെ ടെലിപ്പതി ഇൻക്രീസ് ആവുന്ന ഒരു സമയമാണ്. കാരണം അവർ മെഡിറ്റേഷനൊക്കെ ചെയ്ത് പവറായിട്ട് വരുന്ന സമയമാണ്. അപ്പോൾ സോൾ കണക്ഷൻ കൂടും, അവർക്ക് സ്പിരിച്വൽ കണക്ഷൻസ് കൂടും. ഫിസിക്കലി ഡിസ്കണക്റ്റ് ആകുമ്പോൾ സ്പിരിച്വലി അവർ കണക്റ്റ് ആകും. പിന്നെ കാർമിക് പാറ്റേൺസിലുള്ള റിലേഷൻഷിപ്പൊക്കെ കാണാം. അതായത് അവർ ഹീല് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകുന്ന കാർമിക്സ് ഉണ്ടല്ലോ, അതെന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. അവർ ഫ്രണ്ട്സായിട്ടോ ആരെങ്കിലുമൊക്കെ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കണക്ഷനൊക്കെ ആയിട്ട് അവർ ഹീല് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോയ കാർമിക് പാറ്റേൺസ് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരും. കാരണം അത് അവർ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് റിലീസായി പോവുള്ളൂ. ഓക്കെ. തേർഡ് സ്റ്റേജിലുള്ളവരെ എനർജി പറയുകയാണെങ്കിൽ അവർ ഇന്നർ യൂണിയനൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ യൂണിയൻ കോൺഷ്യസിലായിരിക്കും. സോൾ ഗ്രോത്ത് ഏറെക്കുറെ പൂർണ്ണമായിട്ട് കഴിഞ്ഞിരിക്കും. DMൻ്റെ എനർജി പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ ഫിയേഴ്സൊക്കെ ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അവർ മെറ്റീരിയൽ ലൈഫും സ്പിരിച്വൽ ലൈഫും കൂടി ബാലൻസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പിന്നെ DFനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകും. കമ്മ്യൂണിക്കേഷൻസൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടാവും. യൂണിയൻസൊക്കെ ചെറിയ യൂണിയൻസൊക്കെ നടക്കുന്നുണ്ടാകും. എനർജറ്റിക് മെസ്സേജസ്, ടെലിപ്പതി ഒക്കെ അവർക്ക് നന്നായിട്ട് ഇപ്പം വർക്ക് ചെയ്യും. പിന്നെ DF ആണെങ്കിൽ മുഴുവനായിട്ടും ഹീൽ ചെയ്തിട്ടുണ്ടാവും. ഒരു നല്ല പവറിലായിരിക്കും. അവർക്ക് റിലേഷൻഷിപ്സൊക്കെ ഒബ്സഷൻ ഇല്ലാതെ കൺട്രോൾ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനിപ്പം നന്നായിട്ട് അറിയും. അവർക്ക് ഇന്നർ പീസ് ഇപ്പോൾ ഉണ്ടാകും. കാരണം ഡിവൈൻ മെർജിങ് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ഇന്നർ പീസ് കിട്ടും. ആ ഇന്നർ പീസിൽ അവരിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ട് നടക്കുകയായിരിക്കും. പിന്നെ ഹാർട്ട് ചക്ര, ത്രോട്ട് ചക്ര ഒക്കെ ഹീൽഡ് ആയിട്ടുണ്ടാകും. യൂണിയൻ ഡ്രീംസ് കണ്ടു തുടങ്ങിയിട്ടുണ്ടാവും. കാർമിക്സ് റിലേഷൻഷിപ്സ് അവരെ എൻഡ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഏറെക്കുറെ എൻഡ് ചെയ്ത് ആ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. പിന്നെ DM അതെ കാർമിക് റിലേഷൻസ് എൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവർക്ക് ഒത്തിരി ഇമോഷണൽ പർജിങ്സ് ഒക്കെ ഉണ്ടാവും. അത് DFനെ എഫക്റ്റ് ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് DFന് മൂഡ് സ്വിങ്സ് ഒക്കെ വരുന്നുണ്ടാവും. DFs ഫുള്ളി ഹീൽഡ് ആണെങ്കിലും കൂടിയിട്ട് ചില സമയങ്ങളിൽ അവർക്ക് ലോ എനർജിയിൽ പോണ പോലെ ഫീൽ ചെയ്യും. അത് ഈ DMസിൻ്റെ എനർജി പിക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. ഫസ്റ്റ് സ്റ്റേജിലുള്ളവരുടെ ഫിസിക്കൽ സിംറ്റംസ് പറയുകയാണെങ്കിൽ ഹാർട്ട് ചക്രയിൽ പെയിൻ ഉണ്ടാകും. പിന്നെ ഹാർട്ടിൽ ടൈറ്റനിങ്, പിന്നെ വെയിറ്റ് പോലെയൊക്കെ തോന്നും. കാരണം അവർ ഭയങ്കരമായിട്ട് പെയിൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഹാർട്ട് ചക്രയിൽ പെയിൻ ഉണ്ടാകും. പിന്നെ അവർക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ല. ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഫിസിക്കലായിട്ട് ഫീവർ, ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ കോൾഡ് അവേഴ്ഷൻ വരും. ഇങ്ങനെ കുളിര് പോലെ വരും. പിന്നെ എനർജി ട്രെയിനിങ് ഒക്കെ ഫീൽ ചെയ്യും. പിന്നെ ഒരു ചിന്താശൂന്യത പോലെ ഫീൽ ചെയ്യും. കാരണം അവർക്കറിയില്ല എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അവർ സ്റ്റക്കായ പോലെ തോന്നും. ഓക്കെ. പിന്നെ സോൾ യൂണിയൻ, ഇതൊക്കെ എന്താ ഇങ്ങനെ സംഭവിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സോളിനെ കണ്ട് ലവായ സമയത്ത് അവർ യൂണിയൻ ആയല്ലോ. അവർ ആ യൂണിയൻ സമയം കഴിഞ്ഞിട്ട് പിന്നെ സെപ്പറേറ്റ് ആകുമ്പോൾ രണ്ട് സോൾസിൻ്റെ യൂണിയൻ നടന്നിട്ടാണ് അവിടെ സെപ്പറേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ട് എനർജറ്റിക്കലി ഭയങ്കര ഷോക്കായിരിക്കും. ഒരു സോൾ ഷോക്ക് വന്നിട്ടുണ്ടാവും ആ സോൾസിന്. അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥകളിലൊക്കെ അവരുടെ ഫിസിക്കൽ ബോഡി കടന്നു പോണത്. പിന്നെ അവർ തമ്മിലുള്ള സോൾ കണക്ഷൻ അവർക്ക് മനസ്സിലാകും. ഫസ്റ്റ് സ്റ്റേജിലുള്ളവർക്ക് സെപ്പറേഷൻ ടൈമിൽ ആ പെയിൻ്റെ സമയത്ത് അവർക്ക് മനസ്സിലാവും എത്ര ഡീപ്നെസ്സാണ്, കണക്ഷൻ എന്താണെന്നൊക്കെ മനസ്സിലാവും. അവർ ഇടയ്ക്കിടയ്ക്ക് അവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ, അതായത് ലവ് സമയത്ത് ഉണ്ടായ കാര്യങ്ങളൊക്കെ അവർക്ക് ഓർമ്മകളിൽ വരും. അങ്ങനെ ഓർമ്മകളിൽ വരാനുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടാകും. ഓക്കെ. പിന്നെ സെക്കൻഡ് സ്റ്റേജിലുള്ളവർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഭയങ്കര എനർജി ട്രെയിനിങ് ഫീൽ ചെയ്യും. പിന്നെ അവർ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ അവരുടെ ബോഡിയിൽ ചെസ്റ്റ്, നെക്ക്, ബാക്കൊക്കെ ഭയങ്കര പെയിനായിരിക്കും. അവർക്ക് ഹെഡ് ഏക്സ് ഉണ്ടാവും. ഡൈജഷൻ പ്രോബ്ലംസ് ഉണ്ടാവും. ഇമോഷൻസ് പർജിങ് ഉണ്ടാവും. കാരണം അവരുടെ ഫിസിക്കലി റിലീസ് നടക്കുന്ന കാരണം അവർക്ക് ഇമോഷൻ
പർജിങ് നടക്കും. പിന്നെ അവർക്ക് ഫിസിക്കലി സിംറ്റംസ് വരുന്നത് റാഷസ് ഒക്കെ ഉണ്ടാകും. ചക്ര അലൈൻമെൻറ്റ്സ് നടക്കുന്ന കാരണം ബോഡി ഡീടോക്സ് ചെയ്യും. പിന്നെ വൈബ്രേഷൻ ഹയർ ആകും. അതുകൊണ്ട് അവർ മെഡിറ്റേഷനും ഇന്നർ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫിസിക്കൽ ബോഡി റിലീസ് നടക്കുന്നതാണത്. പിന്നെ 3rd സ്റ്റേജിലുള്ളവർക്ക് ഇപ്പോൾ ഹാർട്ടിൽ നല്ല വെയിറ്റ് ആയിരിക്കും. പിന്നെ ത്രോട്ട് ചക്ര റിലീസ് ആവുന്നുണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ബ്ലോക്കേജ് റിലീസ് ആവാനാണ് ത്രോട്ട് ചക്ര ആക്റ്റീവ് ആവുന്നുണ്ടാവും. നല്ലപോലെ ഹീലിംഗ് നടക്കുന്നുണ്ടാവും ത്രോട്ടിൽ. പിന്നെ ദേഹത്ത് നല്ല വൈബ്രേഷൻ ഉണ്ടാവും. തലയിലൊരു വെളിച്ചം ഇങ്ങനെ മിന്നിപ്പോണ പോലത്തെ ഒരു അവസ്ഥ ഒക്കെ വരും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുളിരി, കോൾഡ്, അവേഷൻ, പിന്നെ ഇങ്ങനെ നമ്മൾ ചില്ലായിട്ട് എന്താ പറയുക, ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കാനുള്ള ഫീലിംഗ്, ഇടയ്ക്ക് എനർജി ഡ്രെയിനിങ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവർ നല്ല ഹീൽഡ് ആയിരിക്കും. 3rd സ്റ്റേജിൽ നല്ല ഹീൽഡ് ആയിരിക്കും. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് DMസിൻ്റെ എനർജി പിക്ക് ചെയ്യുന്നതുകൊണ്ട് DMസിന് അവിടെ ഹെവി കാർമിക് ഡീലിങ്സ് ആയിരിക്കും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ എനർജി പിക്ക് ചെയ്യുന്നതുകൊണ്ട് ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡ്രെയിനിങ് തോന്നും. സങ്കടമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാം. എന്തോ ഭയങ്കര സംഭവം നടക്കാനിരിക്കുന്ന പോലെ വരാം. ഇടയ്ക്ക് പെട്ടെന്ന് ഒന്നുമില്ലാതിരിക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ടെൻഷനും ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡ്രെയിനിങ് ഒക്കെ ഫീൽ ചെയ്യാം. ഏറെക്കുറെ 3 സ്റ്റേജിലുള്ളവരുടെയും എനർജി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഹീലിങ്ങിനും സറണ്ടറിങ്ങിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, താങ്ക് യു.